കുട്ടനാട്ടിലെ നെൽകൃഷിക്ക് കരുത്തു പകർന്ന് ചരിത്ര പ്രാധാന്യമുള്ള റാണിക്കായൽ പാടശേഖരത്തിലെ 200 ഏക്കറിലാണ് വീണ്ടും കൃഷി ആരംഭിച്ചിരിക്കുന്നത്. രണ്ടര പതിറ്റാണ്ടിലേറെയായി കൃഷി മുടങ്ങിയതിനെ തുടർന്ന് തരിശായി കിടക്കുകയായിരുന്നു റാണിക്കായൽ പാടശേഖരം. സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഇപ്പോൾ ഇവിടെ വീണ്ടും കൃഷി യാഥാർത്ഥ്യമായിരിക്കുന്നത്. കൃഷിവകുപ്പിന്റെ സഹകരണത്തോടെ ആലപ്പുഴ ജില്ലാ കാർഷിക വികസനക്ഷേമ വകുപ്പും ജില്ലാ ഭരണകൂടവും ചേർന്നാണ് റാണിക്കായൽ പാടശേഖരത്തിലെ കൃഷി സാധ്യമാക്കിയിരിക്കുന്നത്. ജില്ലാ കളക്ടർ ചെയർമാനും പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സെക്രട്ടറിയുമായ കമ്മിറ്റിക്കാണ് കൃഷിയുടെ മേൽനോട്ട ചുമതല. ഇതിനുവേണ്ട എല്ലാ സാമ്പത്തിക സാങ്കേതിക സഹായവും പൂർണ്ണമായും സർക്കാർ വഹിക്കും. കൃഷിമന്ത്രി VS സുനിൽകുമാർ വിത്ത് വിതച്ച് റാണിക്കായൽ പാടശേഖരത്തിലെ കൃഷി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഉടനെ തന്നെ പ്രഖ്യാപിച്ചൊരു കാര്യമാണ് കേരളത്തിൽ 90,000 ഹെക്ടർ സ്ഥലം ഇതുപോലെ തരിച്ചു കിടക്കുന്ന ഭൂമി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം സർക്കാർ എടുക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റാണിക്കായലിൽ നിന്ന് കൃഷി ഇറക്കുന്നതോടുകൂടി 2155 ഹെക്ടർ സ്ഥലത്തേക്ക് ഈ ഗവൺമെൻറ് വന്ന ശേഷം തരിച്ചു കിടക്കുന്ന നെൽകൃഷി പുതിയതായി കൃഷി ആരംഭിച്ചിരിക്കുകയാണ്. ഈ വരുന്ന ദിവസങ്ങളിൽ ദീപാവലി ദിവസം ആറന്മുള പുഞ്ചയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൃഷി ഇറക്കാൻ പോവുകയാണ്. മുഖ്യമന്ത്രിയാണ് കൃഷി ഇറക്കാൻ പോകുന്നത്. അത് ഹരിത കേരളം പരിപാടിയുടെ കൂടി ഭാഗമാണ്. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് കാർഷിക മേഖലയിൽ പൂർണ്ണമായിട്ടും സംസ്ഥാനത്തെ തരിശുരഹിത സംസ്ഥാനമാക്കി മാറ്റുക എന്നുള്ളത്. കൊടിക്കുന്നിൽ സുരേഷ് MP, തോമസ് ചാണ്ടി MLA, ജില്ലാ കളക്ടർ വീണ N മാധവൻ, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ AG അബ്ദുൽ കരീം, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, പാടശേഖര സമിതി പ്രവർത്തകർ എന്നിവരും വിത്ത് വിതയ്ക്കുവാൻ മന്ത്രിക്കൊപ്പം ചേർന്നു. വർഷങ്ങൾക്ക് ശേഷം റാണിയിൽ വിത്ത് വിതയ്ക്കുന്നതിന്റെ സന്തോഷം കർഷകരും മറച്ചുവെച്ചില്ല. ആളുകൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം കഞ്ഞി കുടിക്കാമല്ലോ, പണി കിട്ടും. ഇപ്പം ഞങ്ങളുടെ മുതലാളിമാർ തന്നെ ഡെയിലി ഒരു വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്പീഡ് ബോട്ടെ വരുമ്പോൾ എല്ലാ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് ഞങ്ങളെ കൊണ്ട് ജയിക്കുമെന്ന് പറയുമ്പം നല്ല ശതമാനം കാശ് ഞങ്ങൾക്ക് തരുന്നുണ്ട്. ഞങ്ങളുടെ ശമ്പളം കൂടാതെ തന്നെ ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. പരമ്പരാഗത കൃഷിരീതികളാൽ സമ്പന്നമാണ് കുട്ടനാട്ടിലെ റാണി, ചിത്തിര, മാർത്താണ്ഡം പാടശേഖരങ്ങൾ. സമുദ്രനിരപ്പിൽ നിന്നും 300 അടി താഴ്ചയിലുള്ള കൃഷിയാണ് ഇവിടുത്തെ കൃഷിയുടെ പ്രത്യേകത. തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ നിർദ്ദേശപ്രകാരം കാവാലം സ്വദേശി മുരിക്കുമൂട്ടിൽ തൊമ്മൻ ജോസഫിന്റെ നേതൃത്വത്തിലാണ് റാണി, ചിത്തിര, മാർത്താണ്ഡം കായൽ നിലങ്ങൾ ഒരുക്കിയെടുത്തത്. പിന്നീട് രാജകുടുംബത്തോടുള്ള ആദരസൂചകമായി പാടശേഖരങ്ങൾക്ക് ഈ പേര് നൽകുകയായിരുന്നു. ആലപ്പുഴ കൈനഗിരി വില്ലേജിലാണ് ചരിത്ര പ്രാധാന്യമുള്ള ഈ കൃഷിയിടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും തരിശായി കിടന്ന റാണിക്കായലിൽ വീണ്ടും ഞാറ്റുപാട്ടുയരുന്നത് കാർഷിക സമൃദ്ധിയുടെ പഴയകാലത്തിലേക്കുള്ള മടങ്ങിപ്പോക്കിനു കൂടിയാണ് വഴിയൊരുക്കുക. 2.5 പതിറ്റാണ്ടിന് ശേഷമാണ് കുട്ടനാട് റാണിക്കായൽ പാടശേഖരത്ത് കൃഷി ഇറക്കുന്നത്. തരിശു ഭൂമികളിൽ കൃഷി ഇറക്കുമെന്ന സർക്കാർ പ്രഖ്യാപനമാണ് ഇതിലൂടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. റാണിക്കായൽ പാടശേഖരത്തു നിന്നും ക്യാമറമാൻ അഭിലാഷ് ചെറുക്കളവിനോടൊപ്പം ജോസി ബാബു, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.